ओम नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंश ऋषिभ्यो महद्भ्यो नमो गुरुभ्यः सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ओम पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ओम शान्ति शान्ति शान्तिः। हरिः ओम श्री गुरुभ्यो नमः। हरिः ओम। എല്ലാ സാധകർക്കും പ്രണാമം. ഓം നമോ നാരായണായ. അഥ ശുക്ലയജുർവേദീയ കാണ്വശാഃ ബൃഹദാരണ്യക ഉപനിഷത്. പ്രഥമകാണ്ഡം മധുകാണ്ഡം, ദ്വിതീയകാണ്ഡം എഴുതിക്കോളൂ മുനികാണ്ഡം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ദ്വിതീയകാണ്ഡം എല്ലാവരും ദയവായി എഴുതിയെടുക്കണം. അതൊരു സാധനയായി കാണണം. വീണ്ടും വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് പല കാര്യങ്ങളുണ്ടാകാം. പക്ഷേ ബൃഹദാരണ്യ ഉപനിഷത്ത് നമ്മൾ സൂക്ഷ്മതയിൽ നിന്ന് സൂക്ഷ്മതയിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അത്രയും സീരിയസ് ആയതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. എഴുതിയെടുക്കണം. ഇത് വെറുതെ കേട്ട് പോയാൽ നമുക്കത് അതിൻ്റെ ഫലം ലഭ്യമാകില്ല. അതുകൊണ്ട് വൃത്തിയായി എഴുതിയെടുക്കുക. മുനികാണ്ഡം ദ്വിതീയ അധ്യായം മുനികാണ്ഡം എഴുതുക. മുനികാണ്ഡം എന്ന് എഴുതുക. സംസ്കൃതം അറിയാവുന്നവർ അങ്ങനെ എഴുതുക. ഇല്ലാത്തവർ ഏത് ഭാഷയാണോ കംഫർട്ടബിൾ അതിലെഴുതുക. മുനികാണ്ഡം. അതിന് തൊട്ട് താഴെ എഴുതുക യാജ്ഞവൽക്യകാണ്ഡം. യാജ്ഞവൽക്യകാണ്ഡം. എന്താണ് ഇപ്പോൾ പറഞ്ഞ്? അത് ശുക്ലയജുർവേദീയ കാണ്വശാഃ ബൃഹദാരണ്യക ഉപനിഷത്ത് ദ്വിതീയകാണ്ഡം മുനികാണ്ഡം, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് യാജ്ഞവൽക്യകാണ്ഡം. എഴുതിയ എന്നിട്ട് അതിന് തൊട്ട് താഴെ എഴുതിയ അധ്യായം 3-4. അധ്യായം 3-4 3-4 അധ്യായങ്ങളും കൂടി ചേർന്നതാണ് ഈ കാണ്ഡം, മുനികാണ്ഡം. 2 അധ്യായങ്ങൾ. 3-ാം അധ്യായം 4-ാം അധ്യായം. ഇത് അധ്യായം 3, അധ്യായം 4 രണ്ടും കൂടെ ചേരുമ്പോൾ അതെന്താണ്? ഒരു കാണ്ഡമാകും. അതിൻ്റെ പേരാണ് മുനികാണ്ഡം അല്ലെങ്കിൽ യാജ്ഞവൽക്യകാണ്ഡം. ഇനി അധ്യായം 3 എഴുതിയില്ല, അവിടെ എഴുതുക 9 ബ്രാഹ്മണങ്ങൾ. ടോട്ടൽ 9 ബ്രാഹ്മണാസ്. 9 ബ്രാഹ്മണങ്ങൾ. 9 ബ്രാഹ്മണങ്ങൾ അടങ്ങിയതാണ് എന്താണ്? അധ്യായം 3. ഇനി അധ്യായം 4 അവിടെ എഴുതാം 6 ബ്രാഹ്മണങ്ങൾ. അധ്യായം 4 6 ബ്രാഹ്മണങ്ങൾ. 6 ബ്രാഹ്മണാസ്. ഷഷ്ടബ്രാഹ്മണ അല്ലേ? മറ്റേത് നവമം. 9 ബ്രാഹ്മണങ്ങൾ. ഇനി അടുത്ത പോയിന്റായിട്ട് എഴുതുക ഈ യാജ്ഞവൽക്യകാണ്ഡത്തിൻ്റെ പ്രധാന പ്രതിപാദക വിഷയം. യാജ്ഞവൽക്യകാണ്ഡം അല്ലെങ്കിൽ മുനികാണ്ഡത്തിൻ്റെ യാജ്ഞവൽക്യകാണ്ഡഃ അല്ലെങ്കിൽ മുനികാണ്ഡഃ പ്രധാന പ്രതിപാദക വിഷയം, മെയിൻ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ. മെയിൻ ടോപ്പിക് എന്ന് വെച്ചാൽ പ്രധാന പ്രതിപാദകം എന്ന് വെച്ചാൽ ചർച്ചാ വിഷയം.
പ്രധാന പ്രതിപാദക വിഷയം എന്ന് വെച്ചാൽ മെയിൻ ഡിസ്കഷൻ ഏതാണ് ആ ടോപ്പിക്ക് എന്ന് എഴുതിക്കോളൂ. യുക്തിയുക്ത പ്രധാന വിചാരം. യുക്തിയുക്ത പ്രധാന വിചാരം. യുക്തിയുക്ത പ്രധാന വിചാരം. യുക്തിയുക്ത അതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, ഉപപത്തി എന്ന് സംസ്കൃതത്തിൽ പറയും. ഉപപത്തി. ഉപപത്തി എന്ന് വെച്ചാൽ തർക്കത്തിലൂടെ സ്വമതത്തിനെ, സ്വമതം എന്ന് വെച്ചാൽ അദ്വൈതത്തിനെ, തർക്കത്തിലൂടെ അദ്വൈതത്തെ സ്ഥാപിക്കുക. എന്തെന്നൊക്കെ നമ്മൾ പഠിക്കും. ഈ വാക്കുകൾ പരിചയമില്ലെങ്കിൽ ദയവായി അത് പരിചയപ്പെടാനായിട്ടാണ് എഴുതാൻ പറയുന്നത്. തർക്കത്തിലൂടെ അദ്വൈത സ്ഥാപനം. തർക്കം എന്ന് വെച്ചാൽ ലോജിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ ലോജിക്കൽ ഡിസ്കഷൻ. അതാണ് തർക്കം എന്ന വാക്കിന് അർത്ഥം. അല്ലാണ്ട് നമ്മൾ പറയുന്ന മലയാളത്തിലെ തർക്കമല്ല കേട്ടോ. ഇവിടെ തർക്കം എന്നാൽ യുക്തിപരമായിട്ട്. എഴുതിയോ? ഒന്നുകൂടെ പറയാം. പ്രധാന പ്രതിപാദക വിഷയം യുക്തിയുക്ത പ്രധാന വിചാരം. യുക്തിയുക്തന്റെ മറ്റൊരു വാക്കാണ് ഉപപത്തി അല്ലെങ്കിൽ തർക്കം. വളരെ വിസ്താരമുള്ള ഒരു വിഷയമാണ് തർക്കം എന്ന് പറഞ്ഞാൽ. തർക്കശാസ്ത്രം തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. ഒരാൾ നമ്മുടെ മതത്തിനെ, നമ്മുടെ അഭിപ്രായത്തെ ഖണ്ഡിക്കാൻ വരുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ തിരിച്ച് സ്ഥാപിക്കും എന്നത്, അതായത് അദ്വൈതം എന്നത് പരമാർത്ഥമാണ് എന്ന് നമ്മൾ എങ്ങനെ അതിനെ സ്ഥാപിക്കും. അത് എൻ്റെ മനസ്സിനെ തന്നെ ഞാനത് പറഞ്ഞു. എന്തൊക്കെ വന്നോട്ടെ, എന്നെ സംബന്ധിച്ച് അദ്വൈതമാണ് പരമപ്രധാനം. ഭഗവാൻ എന്നത് രണ്ടല്ല, ഒറ്റ ഒരാളേ ഉള്ളൂ. അത് എൻ്റെ ബുദ്ധിയിൽ തന്നെ പറഞ്ഞു ഉറപ്പിക്കാനായിട്ടാണ് ഈ കാണ്ഡം. എളുപ്പമാണ്. നമ്മൾ ഈ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ ഒരു സീരിയസ് ആയെന്നേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. കാരണം കഥകളാണ്. നമ്മൾ ഒന്നാമത്തെ കാണ്ഡത്തിൽ പഠിച്ചതിലും അധികമായിട്ട് കഥയാണ്. വളരെ പ്രാധാന്യമുള്ള കഥ. യാജ്ഞവൽക്യ മഹർഷിയുടെ പ്രധാന ശിഷ്യനായി ജനക മഹാരാജാവ് മാറുന്ന കഥയാണ്. അതുകൊണ്ട് ആ ഒരു ഭാവത്തിലിരിക്കുക, എളുപ്പമാണ്. ഓക്കെ, അടുത്ത പോയിന്റ്, അടുത്ത ചർച്ച. അപ്പം ഒന്നാമത്തെ പോയിന്റ് എന്താണ് പ്രധാന പ്രതിപാദകം? യുക്തിയുക്ത ചിന്തനം. രണ്ടാമത്തത് മനനപ്രധാനം. നമുക്കൊക്കെ ഉള്ളതാണ്. അയ്യോ, ഞാൻ എങ്ങനെയാണ് മനനം ചെയ്യേണ്ടത്, അല്ലെ ഞാൻ ചെയ്യുന്ന മനനം ശരിയാണോ, അല്ലേ? എപ്പോഴും പറയുന്നുണ്ട് മനനം എന്ന്. അപ്പം എങ്ങനെയാണ് മനനം ചെയ്യേണ്ടത്? മനനത്തിലൂടെ മാത്രമേ മോക്ഷത്തിലേക്കുള്ള പാത സുഗമമാകൂ. വെറുതെ കേട്ടാൽ, വെറുതെ ജപിച്ചാൽ, വെറുതെ ധ്യാനിച്ച ആർക്കും മോക്ഷം കിട്ടില്ല. ശ്രവണം ചെയ്യണം, അതിനെ നിരന്തരം ചിന്തന. എങ്ങനെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിക്കുക? ഇതിൽ തന്നെ നമ്മുടെ മനസ്സിനെ എങ്ങനെ നമുക്ക് ഏത് സാഹചര്യത്തിലും എനിക്ക് എങ്ങനെ ശാസ്ത്രത്തിൽ എൻ്റെ മനസ്സിനെ അടിയുറപ്പിച്ച് നിർത്താൻ എങ്ങനെയാണ് ഞാനത് ചെയ്യേണ്ടത് എന്ന് യാജ്ഞവൽക്യ മഹർഷി ആഖ്യായിയിലൂടെ പറയുകയാണ്. അതുകൊണ്ട് ഈ കാണ്ഡം 3, 4 അധ്യായം പ്രധാനമായും ചർച്ച ചെയ്യുന്നത് എന്താണ്? മനനം. അപ്പോൾ ഒന്നാമത്തെ യുക്തിയുക്തം, പിന്നെ രണ്ടാമത്തെ പോയിന്റ് മനനപ്രധാനം. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, ഒരു പോയിന്റും കൂടിയുള്ള അടുത്ത പോയിന്റ് എഴുതുക. ഈ കാണ്ഡത്തിൽ 3, 4 അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത വിഷയം അല്ലെങ്കിൽ ടോപ്പിക്ക് തത്വജ്ഞാന സിദ്ധി പ്രാപ്തി ഉപായം. തത്വജ്ഞാന സിദ്ധി
പ്രാപ്തി ഉപായം. എങ്ങനെയാണ് തത്വജ്ഞാന സിദ്ധി എന്ന് വെച്ചാൽ എന്താ? മോക്ഷം. എങ്ങനെയാണ് മോക്ഷം? അത് തത്വജ്ഞാന സിദ്ധി എന്നുള്ള വാക്ക് അറിയാത്തൊരു ബ്രാക്കറ്റിൽ മോക്ഷം എന്ന് എഴുതിക്കോളൂ. തത്വജ്ഞാന സിദ്ധി പ്രാപ്തി ഉപായം. പ്രാപ്തി എന്ന് വെച്ചാൽ എന്താ? ടു അറ്റൈൻ, നേടിയെടുക്കുക. എങ്ങനെയാണ് തത്വജ്ഞാന സിദ്ധി അല്ലെങ്കിൽ മോക്ഷം അല്ലെങ്കിൽ ജീവൻ മുക്തി എങ്ങനെയാണ് നേടിയെടുക്കേണ്ടത് എന്നുള്ള ഉപായം. ഉപായം എന്ന് വെച്ചാൽ എന്താ? മാർഗങ്ങൾ. തത്വജ്ഞാന സിദ്ധി പ്രാപ്തി ഉപായം. അത് യാജ്ഞവൽക്യ മഹർഷി കഥകളിലൂടെ പറഞ്ഞു തരും. അതിനുള്ള ഉത്തരം എഴുതിക്കോളൂ. ഒരു പോയിൻ്റായിട്ട് എഴുതാം, നമ്മൾ പിന്നെ വിസ്തരിച്ച് പഠിക്കും. ഭഗവാൻ ശങ്കരാചാര്യ സ്വാമിയുടെ ഭാഷ്യയാണ്. എഴുതിക്കോളൂ. കരണം എന്നിട്ട് ബ്രാക്കറ്റിൽ എഴുതുക ഇന്ദ്രിയങ്ങൾ. കരണം എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾ. കരണ ഉപകരണ. അടുത്ത വാക്ക് ഉപകരണ. ഉപകരണം എന്നതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ. ഉപാസന, ശ്രവണം, അടുത്ത നിങ്ങൾക്കറിയാം മനന നിധിധ്യാസനം. എത്രയും വിസ്തരിച്ചെഴുതും എനിക്ക് അറിഞ്ഞൂടെ. ഞങ്ങളുടെ സ്വാമിജി പറഞ്ഞു തരും ഇത്രയും. ശ്രവണ മനന നിധി എം എന്ന് ഇട്ടാൽ മതി. എസ് എന്ന് വെച്ചാൽ ശ്രവണം, എം എന്ന് വെച്ചാൽ മനനം, എൻ എന്ന് വെച്ചാൽ നിധിധ്യാസം. അത് ഷോർട്ട് ഹാൻഡായിട്ട് എഴുതേണ്ടവർക്ക് അങ്ങനെ എഴുതാം. ഉപാസന, ശ്രവണ മനന നിധിധ്യാസനം. അതെന്താണ്? ഉപകരണം. കരണ ഉപകരണ ദ്വാര. അടുത്ത വാക്ക് കരണ ഉപകരണ ദ്വാര. ദ്വാര എന്ന് വെച്ചാൽ ഉപായ, ഉപായങ്ങൾ. ദ്വാരം എന്ന് വെച്ചാൽ ഗേറ്റ് വേ. എങ്ങനെയാണ് മോക്ഷത്തിലേക്കുള്ള ഗേറ്റ് വേ? എൻട്രൻസ് എങ്ങനെയാണ്? ഒന്ന് ഇന്ദ്രിയങ്ങൾ വേണം. എങ്ങനെയുള്ള ഇന്ദ്രിയങ്ങൾ? സാധനകേട്ട സമ്പത്തിയിലൂടെ നമ്മുടെ തന്നെ നിയന്ത്രണത്തിലുള്ള ഇന്ദ്രിയങ്ങൾ. എങ്ങനെ നിയന്ത്രണത്തിലാക്കും? ഉപകരണത്തിലൂടെ. ഉപാസന, ശ്രവണ മനനാദി ഉപകരണങ്ങളിലൂടെ ദ്വാര. അപ്പോൾ മോക്ഷത്തിലേക്കുള്ള കവാടം തുറന്നു കിട്ടും. അതാണ്. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വിസ്തരിച്ച് നമ്മൾ പഠിക്കും. നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ ഇങ്ങനെയല്ല. ഇപ്പം എനിക്ക് വാരണാസിക്ക് പോകണം. അപ്പോൾ എങ്ങനെയാണ് ഞാൻ അവിടെ പോവുക? ഞാൻ പറഞ്ഞു കേട്ടാ ഇത് തന്നെ ഇന്നതുണ്ട്. അവിടെ കാശി വിശ്വനാഥനുണ്ട്, ഗംഗാമയ്യ ഉണ്ട്, അല്ലേ, മണികർണികയുണ്ട്. അങ്ങനെ പല പല അറിവുകളിലൂടെ ഇത് കേട്ട് എന്താണ് എനിക്ക് എന്തായാലും കാശിയിൽ പോകണം. അങ്ങനെയല്ലേ നമുക്ക് ആഗ്രഹം വരിക. അപ്പം ഞാൻ അതിനുള്ള ഉപായങ്ങൾ കാണും. ട്രെയിനിൽ പോകാം, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ പോകാം, അല്ലേ, കാൽനടയായി പോകാം. പല പല ഉപായങ്ങൾ കാണും. അങ്ങനെ എന്താണ്? എൻ്റെ തീവ്രമായ ആഗ്രഹം കൂടി ഞാൻ അവിടെ എത്തും. അങ്ങനെയല്ലേ നമ്മളൊരു സ്ഥലത്ത് പോവുക. അതുപോലെ തന്നെ മോക്ഷം എന്ന സ്ഥലത്ത് എനിക്ക് എത്തണം. അതിനെന്തൊക്കെ വേണം? വെൽ കൺട്രോൾഡായ സെൻസ് ഓർഗൻസ് വേണം. അത് എങ്ങനെ വെൽ കൺട്രോൾഡാക്കും? എൻ്റെ നിയന്ത്രണത്തിലാക്കും. ഉപാസനകളിലൂടെ, സാധനകളിലൂടെ, ശ്രവണാദികളിലൂടെ. അതാണ് ഉപകരണം. അതാണ് കരണ ഉപകരണദ്വാര തത്വജ്ഞാന സിദ്ധി. കരണ ഉപകരണദ്വാര തത്വജ്ഞാന സിദ്ധി. ഇത് മൃഡാനന്ദ സ്വാമിയുടെ പുസ്തകത്തിലില്ല. അതുകൊണ്ടാണ് ഇത് എഴുതിയെടുക്കാൻ പറയുന്നത്. കരണം ഭാഷയാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് മുനി കാണ്ഡം എന്തിനു വേണ്ടിയെന്ന് ഭഗവാൻ ഭാഷ്യകാരൻ ആചാര്യസ്വാമികൾ പറയുകയാണ്. കരണ ഉപകരണദ്വാര തത്വജ്ഞാന സിദ്ധി. ഇനി അടുത്തത് എഴുതുക. അധ്യായം 3 ഹെഡിങ് കൊടുക്കുക. നമ്മളിനി അതാണ് പഠിക്കാൻ പോകുന്നത്. അധ്യായം 3. ഈ അധ്യായം 3 പേര്
അധ്യായം 3 കൊടുക്കുക, ബ്രാക്കറ്റിലോ അല്ലെങ്കിൽ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് പേരെഴുതുക. ജൽപരൂപ ഉപപത്തി. ജൽപ രൂപ ഉപപത്തി. ഇതാണ്. എല്ലാം പുതിയ വാക്കുകളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വീണ്ടും വീണ്ടും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ഇരിക്കുക, കൃതാർത്ഥതയോട് കൂടി ഇരിക്കുക. ഭഗവാനെ യാജ്ഞവൽക്യ മഹർഷി എന്നെ ഇവിടെ വരെ എത്തിച്ചല്ല, എനിക്ക് വീട്ടിലിരുന്ന് സുഖമായി പഠിക്കാം, അതിനുള്ള അവസരം തന്നല്ലോ. അപ്പോൾ ആ ഒരു കൃതാർത്ഥതയോടുകൂടി ഇരിക്കുക. എന്താണ് ജൽപ രൂപ ഉപപത്തി പ്രകരണം. നമ്മൾ പഠിച്ചില്ലേ? ഉപാസനാ പ്രകരണം, ബ്രഹ്മവിദ്യാ പ്രകരണം അല്ലേ? അധ്യായം 1 പേര് ഉപാസനാ പ്രകരണം, അധ്യായം 2 പേര് ബ്രഹ്മവിദ്യാ പ്രകരണം, അധ്യായം 3 പേര് ജൽപരൂപ ഉപപത്തി പ്രകരണം. നമ്മളിത് എല്ലാ ദിവസവും പറയും. എല്ലാ ദിവസവും പറഞ്ഞ് ഇത് നമുക്ക് ബൈഹാർട്ടാകും അല്ലേ? അല്ലെങ്കിൽ സുപരിചിതമാകും. അധ്യായം 3 ജൽപരൂപ ഉപപത്തി പ്രകരണം. ഇനി ജൽപ്പം എന്തെന്ന് എഴുതിക്കോളൂ. ജൽപ്പം അല്ല, പുതിയതായിട്ട് നമ്മൾ പഠിക്കുകയാണ് ജൽപ്പം എന്ന വാക്ക്. ജൽപ്പം എന്തിനാണ്, അല്ലെങ്കിൽ ജൽപ്പം എന്ന വാക്കിൻ്റെ അർത്ഥം, പരിഭാഷ എന്താണ്? പരമത നിരാകരണപൂർവകം, പരമത നിരാകരണപൂർവകം സ്വമത സ്ഥാപനം. സ്വമത സ്ഥാപനം ജൽപ്പം. സ്വമത സ്ഥാപനം ജൽപ്പം. ഒന്നുകൂടെ പറയാം. പരമത, ഞാൻ 3-4 തവണ പറയും, നിങ്ങൾ ആരും ബേജാറാകണ്ട. 3-4 തവണ പറയും, ക്ഷമയോടെ എഴുതിയെടുക്കുക. പരമത നിരാകരണപൂർവകം സ്വമത സ്ഥാപനം ജൽപ്പം. പരമത നിരാകരണപൂർവകം സ്വമത സ്ഥാപനം ജൽപ്പം. സ്വമത സ്ഥാപനം ജൽപ്പം. ഇനി അതിൻ്റെ അർത്ഥം എഴുതിക്കോളൂ. നിങ്ങൾ എഴുതാൻ പറ്റുന്നില്ലേ? ദയവായി പൂർണ്ണമതയ്ക്ക് ശേഷം ചോദിക്കുക, ഞാനിവിടെ ഉണ്ടാകും. നിങ്ങൾ ചോദിച്ച് അന്നന്നത്തെ നോട്ട് അന്ന് തന്നെ എഴുതി പോവുക. പരമത നിരാകരണപൂർവകം സ്വമത സ്ഥാപനം ജൽപ്പം. ഇനി അതിൻ്റെ പരിഭാഷ എഴുതിക്കോളൂ. മറ്റു മതങ്ങളുടെ, അതാണ് പരമതം, മറ്റു മതങ്ങളുടെ, മറ്റു മതങ്ങൾ ഏതൊക്കെയാണ്? ദ്വൈതവാദികൾ, വിശിഷ്ടാദ്വൈതകൾ, സാംഖ്യര്, യോഗ്യര്, ശൂന്യവാദികൾ ഇത്യാദികൾ നമുക്കറിയാമല്ലോ. മറ്റു മതങ്ങൾ, അദ്വൈതത്തിൽ നിന്ന് അന്യമായതൊക്കെ മറ്റു മതങ്ങളാണ്. അതായത് ഞാൻ വേറെ ഈശ്വരൻ വേറെ എന്ന് ചിന്തിക്കുന്നവരൊക്കെ മറ്റു മതക്കാരാണ്. അല്ലാണ്ട് ഈ സെമിറ്റിക് നമ്മൾ പറയുന്ന ആ മതമല്ല അല്ലേ? ആ മതം എന്ന് വെച്ചാൽ എന്താണ്? അഭിപ്രായം. ഒരു അഭിപ്രായത്തെ മുൻതൂക്കം നൽകി അതിൽ ജീവിക്കുന്നവർ, അതാണ് മറ്റു മതക്കാർ. നമ്മുടെ അഭിപ്രായം എന്താണ്? അദ്വൈതം. അതാണ്. അപ്പം പരമതം എന്ന് വെച്ചാൽ മറ്റു മതങ്ങളുടെ അഭിപ്രായങ്ങളെ, മറ്റു മതങ്ങളുടെ അഭിപ്രായങ്ങളെ നിരാകരിച്ചുകൊണ്ട്, നിരാകരിക്കുക എന്ന് വെച്ചാൽ നെഗറ്റ് ചെയ്യുക, ഇല്ലാണ്ടാക്കുക അല്ലേ? നിരാകരണം. മറ്റു മതങ്ങളുടെ അഭിപ്രായങ്ങളെ നിരാകരിച്ചുകൊണ്ട്, മറ്റു മതങ്ങളുടെ അഭിപ്രായങ്ങളെ നിരാകരിച്ചുകൊണ്ട് സ്വമതത്തിനെ, സ്വമതത്തിൻ്റെ അവിടെ ബ്രാക്കറ്റിൽ എഴുതുക അദ്വൈത മതം. നമ്മുടെയൊക്കെ സ്വമതം എന്താണ്? അദ്വൈതം. ഈശ്വരൻ രണ്ടില്ല, ഒറ്റൊരാളേ ഉള്ളൂ. അതാണ് നമ്മുടെയൊക്കെ മതം. സ്വമതത്തെ ബ്രാക്കറ്റിൽ അദ്വൈതത്തെ
സ്ഥാപിക്കുന്നതിന് ജൽപ്പം എന്ന് പറയുന്നു. ജൽപ്പം, ജൽപ്പം, ജൽപ്പം എന്ന് പറയുന്നു. ഒന്നുകൂടെ പറയാം. പരമത നിരാകരണ, നിങ്ങൾ കൂടെ എന്നോടൊപ്പം തന്നെ പറയുക. പരമത നിരാകരണ പൂർവകം സ്വമത സ്ഥാപനം ജൽപ്പം. മറ്റു മതങ്ങളുടെ അഭിപ്രായങ്ങളെ നിരാകരിച്ചുകൊണ്ട് സ്വമതത്തെ സ്ഥാപിക്കുന്നതിനെ ജൽപ്പമെന്ന് പറയുന്നു. അതാണ് അധ്യായം 3. എഴുതിയ ഇനി എഴുതുക. ഈ അധ്യായം 3 9 ബ്രാഹ്മണം നമ്മൾ എഴുതിയല്ലോ. അത് ഇനി 9 ബ്രാഹ്മണത്തിൻ്റെയും പേരെഴുതുക. ഒന്നെങ്കിൽ 1, 2, 3 നമ്പർ ഇടുക, അല്ലെങ്കിൽ 1-ാം ബ്രാഹ്മണം, അല്ലെങ്കിൽ ബ്രാഹ്മണം 1 എങ്ങനെയാണോ നിങ്ങൾക്ക് കംഫോർട്ടബിൾ അതുപോലെ എഴുതുക. 1-ാമത്തെ ബ്രാഹ്മണത്തിൻ്റെ പേര് ആശ്വല ബ്രാഹ്മണം. വാക്കുകളൊക്കെ ഇനി വരും കേട്ടോ, ജസ്റ്റ് എഴുതുക. ആശ്വല ബ്രാഹ്മണം. 2 ദ്വിതീയ ബ്രാഹ്മണം ആർത്തഭാഗ ബ്രാഹ്മണം. 2-ാമത്തെ ബ്രാഹ്മണം ആർത്തഭാഗ ബ്രാഹ്മണം. പ്രഥമ ബ്രാഹ്മണം ആശ്വല ബ്രാഹ്മണം, ദ്വിതീയ ബ്രാഹ്മണം ആർത്തഭാഗ ബ്രാഹ്മണം, തൃതീയ ബ്രാഹ്മണം 3 നമ്പർ ഇട്ടിട്ട് എഴുതുക. ഭുജ്യ ബ്രാഹ്മണം. ഭുജ്യ, ഭോഗം എഴുതുന്നതിൻ്റെ ഭരണിയുടെ ഭുജ്യ ബ്രാഹ്മണം. ചതുർത്ഥ ബ്രാഹ്മണം 4 നമ്പർ ഇട്ടിട്ട് എഴുതുക. ഉപസ്ഥ ബ്രാഹ്മണം. ഉപസ്ഥ ബ്രാഹ്മണം. ഇനി 5-മ ബ്രാഹ്മണം കഹോല ബ്രാഹ്മണം. കഹോല, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക, എന്തെങ്കിലും ചെയ്യുക. 2-3 ബ്രാഹ്മണങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ്. എന്താണ് കഹോല ബ്രാഹ്മണം? കഹോല എന്തെന്ന് നമ്മൾ അവിടെ എത്തുമ്പം പഠിക്കും. ഇത് ഓരോരുത്തരുടെയും പേരാണ്. ഇത് യാജ്ഞവൽക്യ മഹർഷിയുടെ അടുത്ത് 8 പേര് തർക്കിക്കാൻ വരികയാണ്. ആ 8 പേരുടെ പേരുകളാണിത്. ആശ്വലൻ, ഉപസ്ഥൻ, ഇങ്ങനെയുള്ളവർ. അപ്പം എന്താണ് 5-മത്തത് കഹോല ബ്രാഹ്മണം. 5-മ ബ്രാഹ്മണം കഹോല ബ്രാഹ്മണം. 6 ഷഷ്ട ബ്രാഹ്മണം ഗാർഗി ബ്രാഹ്മണം. ഗാർഗി ബ്രാക്കറ്റിൽ എഴുതുക. ഓതപ്രോത ബ്രാഹ്മണം. മറ്റൊരു പേരും കൂടി ഉണ്ട്, ഓതപ്രോതം. ഓതപ്രോതം എന്ന് വെച്ചാൽ ഊടും പാവും അല്ലേ? നമ്മൾ കുപ്പായൊക്കെ തുന്നുന്നില്ലേ, ഊടും പാവും, അതാണ് ഓതപ്രോതം. ഗാർഗി ബ്രാഹ്മണം അല്ലെങ്കിൽ ഓതപ്രോത ബ്രാഹ്മണം. ഇത് 7 സപ്തമ ബ്രാഹ്മണം. 7-മത്തെ ബ്രാഹ്മണം അന്തർയാമി ബ്രാഹ്മണം. അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അന്തർയാമി ബ്രാഹ്മണം. 7-മത്തെ ബ്രാഹ്മണത്തിൻ്റെ പേര് അന്തർയാമി ബ്രാഹ്മണം. 8 അഷ്ടമ ബ്രാഹ്മണം. 8 നമ്പർ ഇട്ടിട്ട് എഴുതുക. അക്ഷര ബ്രാഹ്മണം. ഇനി 9 നവമ ബ്രാഹ്മണം. 9 ഹിരണ്യഗർഭ ബ്രാഹ്മണം. നവമ ബ്രാഹ്മണം ഹിരണ്യഗർഭ ബ്രാഹ്മണം. ഒന്നുകൂടെ പറയാം, എഴുതിയത് ശരിയാണെന്ന്
നോക്കുക. ഒന്ന് ആശ്വല ബ്രാഹ്മണം, 2 ആർത്തഭാഗ ബ്രാഹ്മണം, 3 ഭുജ്യ ബ്രാഹ്മണം, 4 ഉപസ്ഥ ബ്രാഹ്മണം, 5 കഹോല ബ്രാഹ്മണം, 6 ഗാർഗി ഓതപ്രോത ബ്രാഹ്മണം, 7 അന്തർയാമി ബ്രാഹ്മണം, 8 അക്ഷര ബ്രാഹ്മണം, 9 ഹിരണ്യഗർഭ ബ്രാഹ്മണം. ഒന്നുകൂടെ പറയാം. പ്രഥമ ബ്രാഹ്മണം ആശ്വല ബ്രാഹ്മണം, ദ്വിതീയ ബ്രാഹ്മണം ആർത്തഭാഗ ബ്രാഹ്മണം, തൃതീയ ബ്രാഹ്മണം ഭുജ്യ ബ്രാഹ്മണം, ചതുർത്ഥ ബ്രാഹ്മണം ഉപസ്ഥ ബ്രാഹ്മണം, പഞ്ചമ ബ്രാഹ്മണം കഹോല ബ്രാഹ്മണം, ഷഷ്ട ബ്രാഹ്മണം ഗാർഗി ഓതപ്രോത ബ്രാഹ്മണം, സപ്തമ ബ്രാഹ്മണം അന്തർയാമി ബ്രാഹ്മണം, അഷ്ടമ ബ്രാഹ്മണം അക്ഷര ബ്രാഹ്മണം, നവമ ബ്രാഹ്മണം ഹിരണ്യഗർഭ ബ്രാഹ്മണം. നമ്മൾ ഒന്നാമത്തെ ബ്രാഹ്മണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി നമ്മൾ അധ്യായം 4 അതിൻ്റെ പേരും എന്തുകൊണ്ട് ആ പേര് വന്നെന്ന് പഠിക്കും. വാദരൂപ ഉപപത്തി എന്നാണ് അതിൻ്റെ പേര്. വാദം, സംവാദമൊക്കെ ഇല്ലേ, അവിടെ എത്തുമ്പോൾ നമുക്ക് പഠിക്കാം. അപ്പം തൃതീയ ബ്രാഹ്മണം ജൽപരൂപ ഉപപത്തി പ്രകരണം. എങ്ങനെയാണ് നമ്മൾ തുടങ്ങുമ്പം പറയേണ്ടത്? അധ ശുക്ലയജുർവേദീയ കാൺവശാഹ ബൃഹദാരണ്യക ഉപനിഷത്ത് ദ്വിതീയ കാണ്ഡം മുനികാണ്ഡം തൃതീയ അധ്യായം ജൽപരൂപ ഉപപത്തി പ്രകരണം. ഒന്നുകൂടെ പറയാം, ഒരുമിച്ച് പറയാം. അധ ശുക്ലയജുർവേദീയ കാൺവശാഹ ബൃഹദാരണ്യക ഉപനിഷത്ത് ദ്വിതീയ കാണ്ഡം മുനികാണ്ഡം തൃതീയ അധ്യായം ജൽപരൂപ ഉപപത്തി പ്രകരണം. അല്ലേ, എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ജൽപരൂപ ഉപപത്തി പ്രകരണത്തിലേക്ക് പ്രവേശിക്കാം. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. തൃതീയ അധ്യായം 9 ബ്രാഹ്മണങ്ങളോടുകൂടിയാണ് യാജ്ഞവൽക്യ മഹർഷി നമ്മൾക്ക് ബ്രഹ്മവിദ്യ ഉപദേശിക്കുന്നത്, അല്ലെങ്കിൽ മോക്ഷത്തിനേക്കുള്ള ഉപായങ്ങൾ പറഞ്ഞു തരുന്നത്. അത് എങ്ങനെയെന്ന് വെച്ചാൽ, യാജ്ഞവൽക്യ മഹർഷി നമ്മൾ ഒന്നാമത്തെ ബ്രാഹ്മണത്തിലൊക്കെ ഒന്നാമത്തെ അധ്യായത്തിലും അതിനു മുമ്പും കാൺവശാഖയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ യാജ്ഞവൽക്യ മഹർഷിയുടെ ചരിത്രം പറഞ്ഞിരുന്നു. നമുക്കറിയാം, ത്രേതായുഗത്തിലെ ആചാര്യനായിരുന്നു യാജ്ഞവൽക്യ മഹർഷി. അദ്ദേഹത്തിന് വൈശമ്പായന മഹർഷി ഗുരുനാഥനായിട്ട്, പിന്നെ വാചസ്പതി സൂര്യദേവൻ ഗുരുനാഥൻ, പിന്നെ വൃദ്ധവ്യാസർ ഗുരുനാഥൻ. 3 ഗുരുനാഥന്മാരുണ്ടായിരുന്നു യാജ്ഞവൽക്യ മഹർഷിക്ക്. 1 വൃദ്ധവ്യാസർ, 2 വൈശമ്പായന മഹർഷി, 3 സൂര്യദേവത. അപ്പോൾ ഈ 3 പേരിൽ നിന്നും ബ്രഹ്മവിദ്യയൊക്കെ നേടി അദ്ദേഹം വൈശമ്പായന മഹർഷിയിൽ നിന്നും ആശ്രമത്തിൽ നിന്നും പുറത്തു വന്ന് പുതിയൊരു ഗുരുകുലം ആരംഭിച്ചു. ഗുരുകുലം ഇങ്ങനെ അദ്ദേഹം നടത്തിക്കൊണ്ടു പോവുകയാണ് ഗംഗാനദിയുടെ തീരത്ത് ത്രേതായുഗത്തിൽ. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പൂർവ്വചരിത്രം നമ്മൾ കണ്ടത്. അപ്പോൾ ഈ ഗുരുകുലം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് വൈശമ്പായന മഹർഷിയിൽ നിന്നും യാജ്ഞവൽക്യ മഹർഷി പുറത്തു വന്ന് സ്വന്തമായി ഗുരുകുലം ആരംഭിച്ചപ്പോൾ യാജ്ഞവൽക്യ മഹർഷിയോടൊപ്പം വൈശമ്പായന മഹർഷിയെ വിട്ടിട്ട് കൂടെ വന്ന കുറേ ബ്രഹ്മചാരികളുണ്ട്, അല്ലെങ്കിൽ ശിഷ്യന്മാരെന്ന് പറയാം, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ. ഇവരുണ്ടല്ലോ, നമ്മൾ ആ കഥയൊക്കെ കണ്ടല്ലോ, ബ്രഹ്മഹത്യാ പാപം ഉണ്ടാകുന്നത് വൈശമ്പായന മഹർഷിക്ക്. അപ്പം അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ നിരാകരിച്ചുകൊണ്ട്, അത് ശരിയല്ല എന്ന് മനസ്സിലാക്കി യാജ്ഞവൽക്യ മഹർഷി പുറത്ത് കിടക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം അനേകം ശിഷ്യന്മാർ, കാരണം ഇദ്ദേഹമാണ് ശരി അല്ലെ, ആ സത്യത്തിൻ്റെ കൂടെ നിന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് വേണം? ബ്രഹ്മവിദ്യ വേണം. കാരണം വാചസ്പതിയിൽ നിന്നും വൃദ്ധവ്യാസറിൽ നിന്നും വേദവ്യാസ മഹർഷിയിൽ നിന്നൊക്കെ പാണ്ഡിത്യം നേടിയ മഹാനാണ് യാജ്ഞവൽക്യ മഹർഷി. അപ്പോൾ ആ ബ്രഹ്മവിദ്യ വേണമെന്ന
തീവ്രമായ മുമുക്ഷുത്വത്തോടു കൂടി മാത്രം ഈ യാജ്ഞവൽക്യ മഹർഷിയോടൊപ്പം ഇറങ്ങി തിരിച്ചവരാണ് ഈ വിദ്യാർത്ഥികൾ. അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ടത് ഗുരുനാഥൻ്റെ കടമയാണ്. അപ്പോൾ എന്ത് ചെയ്ത് യാജ്ഞവൽക്യ മഹർഷി ഗുരുകുലം തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഗുരുകുലം നടത്തിക്കൊണ്ട് പോകുന്നത് എളുപ്പമായ കാര്യമല്ല. അതിന് പ്രധാനമായും എന്താണ്, വിത്തം വേണം, അല്ലേ, സാമ്പത്തികം വേണം. നമുക്കറിയാം, ഒന്നും വെറുതെ ഇട്ടില്ല. അപ്പോൾ സാമ്പത്തികം എന്നത് മുഖ്യമായ, വ്യവഹാരത്തിൽ മുഖ്യമായി അല്ലേ പ്രാധാന്യമുള്ളത് സമ്പത്തിനാണ്, വിത്തത്തിനാണ്. യാജ്ഞവൽക്യ മഹർഷി ഗുരുകുലം നടത്താൻ ആരംഭിക്കുന്നു. അപ്പോൾ സാമ്പത്തികമാണ് അടിത്തറയായിട്ട് വേണ്ടത്. അത് യാജ്ഞവൽക്യ മഹർഷിയെ സംബന്ധിച്ച് അത് ഇല്ലാത്തത് കൊണ്ട് എന്താണ് അതിനുള്ള മാർഗമെന്ന് യാജ്ഞവൽക്യ മഹർഷി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിദേഹ രാജ്യത്ത് ജനക മഹാരാജാവ് ഇങ്ങനെ ഒരു വിദ്വത്സഭ നടത്തുന്നു. അതിന് ഒരുപാട് വിത്തം, സാമ്പത്തികം, പണം അതിൽ വിജയിക്കുന്നവർക്ക് ലഭ്യമാകുന്നുണ്ട് എന്ന് യാജ്ഞവൽക്യ മഹർഷി അറിയാനിടയായി. അപ്പം ഈ കുട്ടികളെ പഠിപ്പിക്കണം, അവരുടെ വസ്ത്രം, പാർപ്പിടം എല്ലാം നോക്കണം. അപ്പം ഗുരുകുലം നടത്തുവാനുള്ള സമ്പത്ത് അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെയൊരു കാര്യം ന്യൂസ് കിട്ടിയത്. ആർക്ക്? യാജ്ഞവൽക്യ മഹർഷിക്ക്. അപ്പം യാജ്ഞവൽക്യ മഹർഷി എന്ത് ചെയ്തു, ഈ വിദ്യാർത്ഥികളെ വിളിച്ചിട്ട്, ബ്രഹ്മചാരികളെ വിളിച്ചിട്ട് നമുക്ക് പോകാം, ഇങ്ങനെ ജനകസഭയിലേക്ക് പോകാം, അവിടെ സംവാദം നടക്കുന്നു. അതിന് വിദ്വത്സഭ എന്നാണ് പറയുക. വിദ്വത്സഭ എന്ന് വെച്ചാൽ ശാസ്ത്രാർത്ഥ വിചാര സഭ. വേദത്തിന് അല്ല, വേദം ശാസ്ത്രം, അതിൻ്റെ അർത്ഥത്തിനെ ചർച്ച ചെയ്യുകയാണ്, സംവാദം ചെയ്യുകയാണ്. അതിനെയാണ് വിദ്വത്സഭ എന്ന് പറയുന്നത്. ഇപ്പോഴും ഗുരുകുലങ്ങളിൽ നടക്കുന്നുണ്ട് വിദ്വത്സഭകൾ. ഇത് അനേകം ശാഖകളിൽ പണ്ഡിതന്മാരായിട്ടുള്ളവരാണ് ഇതിൽ വരിക. ഇപ്പം എനിക്ക് ജ്യോതിഷമാണ് അറിയുന്നതെങ്കിൽ ഞാൻ സംവാദത്തിന് വരും. എനിക്കറിയാവുന്ന ജ്യോതിഷത്തിൻ്റെ എല്ലാ മേഖലകളും ഞാൻ ചർച്ച ചെയ്യും. എനിക്ക് അദ്വൈതമാണ് അറിയാമെങ്കിൽ ഞാൻ അതിൻ്റെ മേഖലകളൊക്കെ ചർച്ച ചെയ്യും. അല്ല, മറ്റുള്ള കാര്യങ്ങളാണ്, എനിക്ക് ധനുർവേദമാണ്, എനിക്ക് ആയുർവേദമാണ് അറിയുന്നത്, അല്ലേ, എനിക്ക് സാമ്പത്തിക വേദമാണ് അറിയുന്നത്. അങ്ങനെയുള്ള ഏതൊക്കെ മേഖലകളാണോ, അത് ഏതിലാണോ എനിക്ക് പാണ്ഡിത്യം, ഞാനത് എൻ്റെ അറിവ് പ്രകടമാക്കുകയാണ്. അതിനെയാണ് വിദ്വത്സഭ എന്ന് പറയുന്നത്. അപ്പോൾ അനേകം നാട്ടുരാജ്യങ്ങളിലെ പണ്ഡിതന്മാർ വിദ്വത്സഭയിൽ വന്നിട്ടുണ്ട്. അപ്പം യാജ്ഞവൽക്യ മഹർഷിയും പോവുകയാണ്. അദ്ദേഹം ഏതഭിപ്രായമാണ്? അദ്വൈതി. അപ്പം തൻ്റെ അദ്വൈതത്തിനെ സ്ഥാപിക്കുവാനായിക്കൊണ്ട്, അല്ലേ, ജൽപ്പം ചെയ്യുവാനായിക്കൊണ്ട് യാജ്ഞവൽക്യ മഹർഷി പോകുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ പാരമാർത്ഥികമായ ലക്ഷ്യം എന്താണ്? ഈ വിദ്യാർത്ഥികൾ പട്ടിണി കിടക്കരുത്. ഗുരുകുലം എന്നെ ആശ്രയിച്ചു കൊണ്ട് വന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് വേണം? അവർക്ക് ആഹാരം വേണം, അവർക്ക് സുരക്ഷിതമായ ഒരു വാസസ്ഥലം വേണം, ഇത്യാദി ഇത്യാദി ലക്ഷ്യങ്ങളോടുകൂടി യാജ്ഞവൽക്യ മഹർഷി പോകുന്നത്. അപ്പം ജനക മഹാരാജാവ് വിളംബരം ചെയ്തു, ഇന്ന ദിവസം ഇന്ന സമയത്തല്ലേ, ഇന്ന മുഹൂർത്തത്തിൽ ഇന്ന തിഥിയിൽ ഇങ്ങനെ വിദ്വത്സഭ നടക്കുകയാണ്, ആർക്കും വരാം, അല്ലേ. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, അവരുടെ അഭിപ്രായത്തെ അവരവിടെ വാദിച്ച് ജയിക്കണം. ജയിക്കുന്നയാൾക്ക് സമ്മാനം, പാരിതോഷികം. പിന്നെ ഇപ്പോൾ 10 പേരിരിക്കും, ഒരു ഉദാഹരണം പറയാം. 10 100 1000 പണ്ഡിതന്മാരിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുന്നു, 10 പേരിരിക്കുകയാണ്. അപ്പോൾ എന്നോടത്ത് ബാക്കി 9 ആളുകളും എൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കും. ഞാൻ ഈ 9 ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് അവരെ ഖണ്ഡനം ചെയ്യണം, അല്ലേ. അങ്ങനെ ഞാൻ ജയിക്കണം. അങ്ങനെയെങ്കിൽ ആരാണ് ആ വിദ്വത്സഭയിൽ? അയാൾ പണ്ഡിതൻ, അയാൾക്ക് സമ്മാനം. അതാണ് വിദ്വത്സഭയുടെ മാനദണ്ഡങ്ങൾ, നിയമവിധികൾ അങ്ങനെയാണ്. അപ്പോൾ അനേകം പണ്ഡിതന്മാർ വന്നിരിക്കുകയാണ്. ആ പണ്ഡിത സഭയിലേക്ക് യാജ്ഞവൽക്യ മഹർഷിയും പോവുകയാണ്. അവിടെ ഈ ജനക മഹാരാജാവിൻ്റെ വിദ്വത്സഭയിൽ യാജ്ഞവൽക്യ മഹർഷിയോട് തർക്കിക്കാനായിട്ട് വരുന്നവർ 8 പേരാണ്. 8 പേര് യാജ്ഞവൽക്യ മഹർഷിയോട് സംവാദത്തിന് വരുന്നു, അല്ലേ.
സംവാദത്തിനായിക്കൊണ്ട് 8 പേര് യാജ്ഞവൽക്യ മഹർഷിയോട് വരികയാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിന് കൃത്യമായ ഉത്തരം യാജ്ഞവൽക്യ മഹർഷി, ഒരു ചോദ്യമല്ല കേട്ടോ, അനേകം ചോദ്യങ്ങൾ ചോദിക്കുക, അതിന് കൃത്യമായ ഉത്തരം പറയണം. അതിൽ നമ്മൾ 9 ബ്രാഹ്മണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ ഗാർഗി 2 തവണ ചോദിക്കും. എന്നുവെച്ചാൽ ഒരു തവണ ചോദിച്ച് ഗാർഗി തോറ്റുപോകും. പക്ഷേ ഗാർഗി സമ്മതിക്കില്ല. ഗാർഗി ആരെന്നൊക്കെ നമ്മൾ അവിടെ എത്തുമ്പം പഠിക്കാം. ഗാർഗി ബ്രഹ്മവാദിനി, അത്രമാത്രം ഓർക്കുക, ശാസ്ത്രാർത്ഥ പണ്ഡിത. അപ്പം ഗാർഗി 2ാമത് വീണ്ടും ചോദിക്കുകയാണ്. കാരണം ഈ 8 പേരുടെ അടുത്തും വിജയിച്ച് നിൽക്കുകയാണല്ലോ യാജ്ഞവൽക്യ മഹർഷി. അപ്പോൾ വീണ്ടും അവരെല്ലാവരും കൂടെ ആലോചിച്ചിട്ട് ഗാർഗിയോട് പറയുന്നു, നമ്മളൊക്കെ തോറ്റിരിക്കുകയാണ്, നമ്മൾ ആ തോൽവി സമ്മതിക്കാൻ പാടില്ല. എന്ത് ചെയ്യണം? ഞങ്ങളുടെയൊക്കെ പ്രതിനിധിയായി നീ ഒരു ചോദ്യം കൂടെ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പം യാജ്ഞവൽക്യ മഹർഷിക്ക് ഒരു സന്തോഷം, വീണ്ടും ചോദിക്കാൻ അനുമതി കൊടുക്കുന്നു. അങ്ങനെ ഒരാവർത്തിയും കൂടെ ചോദിക്കുകയാണ് ഗാർഗി. അങ്ങനെ 9 ബ്രാഹ്മണം വരുന്നത്. അപ്പോൾ എങ്ങനെയാണ്? 8 ശാസ്ത്രാർത്ഥികൾ ചോദിക്കുന്നു, 8 ബ്രാഹ്മണം, 9ാമത്തെ ബ്രാഹ്മണം വീണ്ടും ഗാർഗി ചോദിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ 9 ബ്രാഹ്മണങ്ങൾ 8 തർക്കത്തിലൂടെ അല്ലെങ്കിൽ 8 വിധ ചോദ്യങ്ങളിലൂടെ സംവാദത്തിലൂടെ യാജ്ഞവൽക്യ മഹർഷിയുടെ അടുത്ത് ചോദിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ തൃതീയ അധ്യായം ജൽപരൂപ ഉപപത്തി പ്രകരണത്തിലേക്ക് പ്രവേശിക്കുന്നത് അങ്ങനെയാണ്. 1ാമത്തെ ബ്രാഹ്മണം അശ്വല ബ്രാഹ്മണത്തിൽ അശ്വലൻ എന്ന ഒരു താർക്കികൻ അല്ലെങ്കിൽ ശാസ്ത്രാർത്ഥി യാജ്ഞവൽക്യ മഹർഷിയുടെ അടുത്ത് സംവാദത്തിന് വരികയാണ്, ചോദ്യം ചോദിക്കുകയാണ്. അതുകൊണ്ട് അശ്വലൻ ചോദിക്കുന്നത് കൊണ്ട് ആ ബ്രാഹ്മണത്തിന് അശ്വല ബ്രാഹ്മണം എന്ന് പേര് വരുന്നത്. അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് കുറച്ച് ആഖ്യായികളുണ്ട്. അതാണ് അശ്വല ബ്രാഹ്മണത്തിൻ്റെ 1, 2 മന്ത്രങ്ങൾ. അശ്വല ബ്രാഹ്മണത്തിൽ 10 മന്ത്രങ്ങളാണ് ഉള്ളത്. 10 മന്ത്രങ്ങളിൽ ആദ്യത്തെ 1, 2 മന്ത്രങ്ങൾ ആഖ്യായികയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ കഥ അതിൻ്റെ മന്ത്രരൂപത്തിൽ പരാമർശിക്കുകയാണ് 1, 2 മന്ത്രത്തിൽ. അതിനുശേഷം ആശ്വലൻ വന്ന് ചോദ്യം ചോദിക്കുന്നു, അതിന് ഖണ്ഡിക്കുകയാണ് യാജ്ഞവൽക്യ മഹർഷി ചെയ്യുന്നത്. അങ്ങനെ ചോദ്യം ഉത്തരം അങ്ങനെ സംവാദം തുടർന്ന് അശ്വലൻ ഇനിയും ചോദിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ് തോൽവി സമ്മതിക്കുകയാണ് അശ്വലൻ. അങ്ങനെ പോവുകയാണ്. അങ്ങനെ ഓരോ ബ്രാഹ്മണത്തിലും ഓരോ താർക്കികർ വന്നിട്ട് യാജ്ഞവൽക്യ മഹർഷിയെ ഖണ്ഡിക്കാൻ നോക്കുകയാണ്. പക്ഷെ അതൊന്നും സാധിക്കുന്നില്ല. അവസാനം വരെ യാജ്ഞവൽക്യ മഹർഷിയാണ് വിജയിക്കുന്നത്. അങ്ങനെ വിജയിച്ച് വരുമ്പോൾ ഇത്രയും മഹാനായ വേദാംഗിയായ ഒരു മഹാത്മാവിനെ കിട്ടിയിട്ട് അത് ഞാൻ പ്രയോജനപ്പെടുത്തണമല്ലോ, എൻ്റെ അറിവുകളൊന്നും ഒരറിവല്ല എന്നുള്ള തിരിച്ചറിവ് ജനക മഹാരാജാവിനുണ്ടാകുകയാണ്. ജനക മഹാരാജാവ് അനേകം കാലങ്ങളായി വിദ്വത്സഭ നടത്തുകയാണ്. പക്ഷേ ഇത്രയും കാലത്തിലും ജനകസഭയിൽ ഇത്രയും മഹാപണ്ഡിതൻ മഹാജ്ഞാനി ഒരിക്കലും കണ്ടിട്ടില്ല ജനക മഹാരാജാവ്. അപ്പോൾ ജനക മഹാരാജാവ് എന്താണ് എല്ലാ കൊല്ലവും അല്ലെങ്കിൽ മാസം തോറും എത്ര കാലഘട്ടമൊന്നും ഇവിടെ പറയുന്നില്ല, അദ്ദേഹത്തിന് എപ്പോൾ തോന്നുന്നു അപ്പോഴൊക്കെ വിദ്വത്സഭ നടത്തും. വളരെ ഇഷ്ടമാണ് ശാസ്ത്രാർത്ഥം കേൾക്കുവാനായിട്ട് ജനകരാജാവിന്. അപ്പോൾ എല്ലാ നാട്ടുരാജ്യങ്ങളിൽ നിന്നും പണ്ഡിതന്മാർ വരും. അപ്പോൾ ഇതിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരിക്കൽ പോലും എല്ലാവരെയും തോൽപ്പിച്ച ഒരാളും ഉണ്ടായിട്ടില്ല. എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം പറഞ്ഞ ഒരാളുണ്ടായിട്ടില്ല. അത് ജനക മഹാരാജാവിന് വലിയ അത്ഭുതമായി. അയ്യോ, ഇത്രയും മഹാജ്ഞാനി ഉണ്ടായിരുന്നോ എന്നുള്ള അത്ഭുതമായി. അങ്ങനെ യാജ്ഞവൽക്യ മഹർഷിയുടെ അടുത്ത് ജനക മഹാരാജാവ് ശിഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എൻ്റെ അറിവുകളൊന്നും പൂർണ്ണമല്ല, ഞാൻ പലയിടത്തു നിന്നും പഠിച്ചിട്ടുണ്ട് ശാസ്ത്രം, പക്ഷേ എനിക്ക് മനസ്സിലായി എൻ്റെ അറിവൊന്നും പൂർണ്ണമല്ല. അതുകൊണ്ട്
എന്താ പറയുക, അങ്ങ് തന്നെ എന്നെ ശിഷ്യനായി സ്വീകരിച്ച്, അല്ലെ ഞാൻ അങ്ങിൽ ശിഷ്യഭാവത്തിൽ അങ്ങിൽ ശിഷ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്ന് ജനക മഹാരാജാവ് പറഞ്ഞുകൊണ്ട് അവസാനം ജനക മഹാരാജാവ് തന്നെ ശിഷ്യപ്പെടുന്നു. അങ്ങനെ ജനക മഹാരാജാവിനോടുള്ള ഉപദേശം, വാദമെല്ലാം കഴിയും, ജനക മഹാരാജാവിനോടുള്ള ഉപദേശം അടുത്ത അധ്യായങ്ങളിലായിട്ട് നമ്മൾ കാണും. അത് വളരെ മനോഹരമാണ്. കാരണം ജനക മഹാരാജാവ് യാജ്ഞവൽക്യ മഹർഷി പഠിപ്പിക്കുന്ന ഓരോ കാര്യത്തിനും ഓരോ ദക്ഷിണകൾ കൊടുക്കും. 10 റുപ്യ കൊടുക്കും, 20 റുപ്യ കൊടുക്കും. റുപ്യ എന്ന് വെച്ചാൽ നാണയങ്ങൾ, അന്ന് അങ്ങനെയാണല്ലോ. ഒരു നാണയം, ഒരു വെള്ളി നാണയം കൊടുക്കും, ഒരു സ്വർണ്ണ നാണയം കൊടുക്കും, പിന്നെ അത് 100 സ്വർണ്ണ നാണയമാകും. അങ്ങനെ കൊടുത്ത് അവസാനം ജനക മഹാരാജാവിന് മനസ്സിലാകും, ഞാൻ കൊടുക്കുന്ന ദക്ഷിണയൊന്നും ദക്ഷിണയേ അല്ല, ഞാൻ എന്നെ തന്നെയാണ് സമർപ്പിക്കേണ്ടത് ഗുരുവിന്, അല്ലേ? 1 റുപ്യയ്ക്കോ 10 റുപ്യയ്ക്കോ ഒരു നാണയത്തിനോ ഒന്നും വില മതിക്കാനാവാത്തതാണ് യാജ്ഞവൽക്യ മഹർഷി എനിക്ക് തരുന്ന ബ്രഹ്മവിദ്യയെന്ന് ജനക മഹാരാജാവിന് മനസ്സിലായിക്കൊണ്ട് ജനക മഹാരാജാവ് തൻ്റെ രാജ്യവും രാജ്യസിംഹാസനവും രാജ്യാധികാരവും മുഴുവൻ യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്, അല്ലേ? പണത്തിനും അൽപ്പുറത്താണ്, അല്ലെ, അമൂല്യമായതാണ്, അല്ലേ? ഒന്നിനും അളക്കാൻ സാധിക്കാത്തതാണ് അങ്ങ് നൽകിയതെന്ന് തൻ്റെ തെറ്റ് മനസ്സിലാക്കി തൻ്റെ വിദേഹ രാജ്യത്തെ ജനക മഹാരാജാവ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ യാജ്ഞവൽക്യ മഹർഷി അതൊന്നും മേടിക്കുന്നില്ല. അദ്ദേഹത്തിന് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, എന്നെ ആശ്രയിച്ച് വന്ന എൻ്റെ വിദ്യാർത്ഥികൾ പട്ടിണി കിടക്കരുത്, അവരെ സംരക്ഷിക്കാനുള്ളത് മാത്രം മതി എനിക്ക് എന്ന് പറഞ്ഞ് അതിനെ നിരാകരിക്കുകയാണ്. നവിത്തേന തർപ്പണീയോ മനുഷ്യ ലപ്സ്യാമഹേ അദ്രാക്ഷചേത്ത. അത് തന്നെ, വിത്തത്തിനാൽ നേടാൻ സാധിക്കുന്നതല്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ജനക മഹാരാജാവിന് യാജ്ഞവൽക്യ മഹർഷി ചെയ്യുന്നത്. അങ്ങനെയാണ് ഇനി ഈ ഒരു 2-3 അധ്യായങ്ങളിലായിക്കൊണ്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന മുനികാണ്ഡം. മുനികാണ്ഡം എന്നാണ് യാജ്ഞവൽക്യ മഹർഷി ഇതിന് പേരിട്ടത്. പക്ഷേ പിന്നീട് വന്ന മഹാത്മാക്കൾ ഇത് യാജ്ഞവൽക്യ മഹർഷിയുടെ കഥയായതുകൊണ്ട്, കാരണം 1-ാം ബ്രാഹ്മണം മുതൽ 15-ാം ബ്രാഹ്മണം വരെ, അല്ലേ? ടോട്ടൽ 15 ബ്രാഹ്മണമാണ്. 9 ബ്രാഹ്മണം 1-ാം അധ്യായത്തിലും 6 ബ്രാഹ്മണം 2-ാം അധ്യായത്തിലുമായിട്ട് 15 ബ്രാഹ്മണങ്ങളിലും യാജ്ഞവൽക്യ മഹർഷി തന്നെ ഗുരുവായിട്ട് ഉപദേശിക്കുന്നത് കൊണ്ട് പിന്നീട് വന്ന ആചാര്യ പരമ്പരകൾ എന്തു ചെയ്തു? മുനികാണ്ഡത്തിന് യാജ്ഞവൽക്യ മഹർഷിയോടുള്ള ആദരണാർത്ഥം അദ്ദേഹമാണ് മുഴുവൻ ബ്രാഹ്മണങ്ങളിലെയും ബ്രഹ്മവിദ്യാ ഉപദേശകനായ ഗുരുനാഥനായതുകൊണ്ട് അദ്ദേഹത്തിനോടുള്ള ആദരണാർത്ഥം ഇതിന് യാജ്ഞവൽക്യ കാണ്ഡം എന്ന പേരും കൂടെ കൽപ്പിച്ചു നൽകുന്നതാണ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് നാളെ കാണാം. വീണ്ടും പറയുന്നു, നിങ്ങൾ എപ്പോഴും പ്രാർത്ഥന ഉണ്ടാകണം, ഭാവമുണ്ടാകണം. ഞാനും ജനകസഭയിലിരുന്ന് കേൾക്കുന്നുണ്ട്, എന്നോടും കൂടിയാണ് യാജ്ഞവൽക്യ മഹർഷി പറയുന്നത്. അഹം യാജ്ഞവൽക്യസ്യ ശിഷ്യഃ, ഞാൻ യാജ്ഞവൽക്യ മഹാഗുരുവിൻ്റെ ശിഷ്യനാണ്, ഞാനാണിത് കേൾക്കുന്നത് എന്നുള്ള ഭാവം എപ്പോഴും ഉണ്ടാകണം. നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യുമ്പോഴും കുളിക്കുമ്പോഴും എപ്പോഴൊക്കെയാണ് ഓർക്കാൻ സാധിക്കുന്നത് അപ്പോഴൊക്കെ ഈ ഭാവം ഉണ്ടാകണം. അഹം യാജ്ഞവൽക്യസ്യ ശിഷ്യഃ, എങ്കിലേ ഇത് നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കൂ. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സമ്പ്രദായകർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ.
ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.